യഥാർത്ഥത്തിൽ എന്താ ഈ സിനിമ മുന്നോട്ട് വെക്കുന്ന പൊളിറ്റിക്സ്? സമൂഹത്തിൻ്റെ മോശവശങ്ങളെ നമ്മൾ ശക്തമായ രീതിയിൽ വിമർശിക്കുകയാണ് ചെയ്യുന്നത് ഈ സിനിമയിലൂടെ. അപ്പോൾ ഒരു കാരണവശാലും എനിക്ക് കിട്ടുമെന്നുള്ളൊരു ധാരണ എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ പേര് അനൗൺസ് ചെയ്തു. ഞാൻ തന്നെ അന്തം വിട്ട് ഡയറക്ടർ നോക്കിയായിരുന്നു. ഡയറക്ടർ എൻ്റെ ഈ മുഖഭാവം കണ്ടപ്പോൾ അതിശയപ്പെട്ടു. ഇത് ആദ്യം ഫെസ്റ്റിവൽസിലാണ് അയച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു 150ഓളം അവാർഡ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഫെസ്റ്റിവലിൽ നിന്ന്. നമ്മൾ ഒരു റിയൽ ക്യാമറയിൽ എങ്ങനെയാണോ കേൾക്കുന്നത് അതുപോലെ ഇത് തിരിച്ച് കൊണ്ടുവരണം. അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു അന്തനല്ലേ നമ്മളെല്ലാം നമുക്കുള്ളിലെ ചിന്തകളെത്ര പ്രാന്തൻ ചിന്തകൾ. വ്യത്യസ്തമായ പ്രമേയം കൊണ്ട് ലോക ശ്രദ്ധ ആകർഷിച്ച ഒരു മലയാളം മൂവി ജൂലൈ 19 OTT ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ്. റോട്ടൺ സൊസൈറ്റി. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മൂവി ടീമാണ്. സ്വാഗതം. ആദ്യം തന്നെ ഡയറക്ടറോടാണ് ചോദിക്കാനുള്ളത്. ഒരു വ്യത്യസ്തതയാർന്നൊരു മൂവി, അതായത് മലയാളികൾ ഇതുവരെ കണ്ടു പരിചയമില്ലാത്ത തരത്തിലുള്ള ഒരു മൂവി, അത് ജനങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ എന്തൊക്കെ പ്രതീക്ഷയാണുള്ളത്? അപ്പോൾ ഈ റോട്ടൺ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു പേര് തന്നെ വളരെ വ്യത്യസ്തമായിട്ടൊരു ക്യാച്ചി ആയിട്ടൊരു പേരാണ്. അപ്പോൾ അതിൽ തന്നെ വ്യത്യസ്തത നമ്മൾ നിറച്ചിട്ടുണ്ട്. ഇത് ഒരു ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡിലെടുത്ത ഒരു സിനിമയാണ്. അപ്പോൾ സാധാരണയായിട്ട് ഈ ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡ് സിനിമകൾ വരുന്നത് ഹോളിവുഡ് സിനിമകളിൽ ഹൊറർ ജോണറിൽപ്പെട്ട സിനിമകളിലാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സോഷ്യൽ സറ്റയറാണ് നമ്മൾ റോട്ടൺ സൊസൈറ്റിയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഇതിൻ്റെ വലിയൊരു ഡിഫറൻസാണ്, ബാക്കിയുള്ള സിനിമകളിൽ നിന്നുള്ളൊരു വലിയൊരു ഡിഫറൻസാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഇത് ആദ്യം ഫെസ്റ്റിവൽസിലാണ് അയച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു 150ഓളം അവാർഡ്സ് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഫെസ്റ്റിവലിൽ നിന്ന്. ഇപ്പോൾ അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നമുക്ക് ഒരു അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ പടത്തിൻ്റെ ഒരു വ്യത്യസ്തത കാരണം തന്നെയാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ക്യാരക്ടർ പോസ്റ്റർ കണ്ടാൽ തന്നെ മനസ്സിലാവും, ഭയങ്കര ഒരു ചേഞ്ചാണ്. അപ്പോൾ ഒരു പതിവിൽ നമ്മൾ നായകൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, പക്ഷെ അതിന്നൊക്കെ വേറിട്ടുകൊണ്ട് ഒരു ഭ്രാന്തൻ എന്നുള്ള ഒരു ക്യാരക്ടറിലാണല്ലോ മെയിൻ റോൾ ചെയ്തിരിക്കുന്നത്. അപ്പം എന്തൊക്കെ തരത്തിലുള്ള തയ്യാറെടുപ്പാണ് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എടുത്തിട്ടുള്ളത്? അഥവാ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ ഈ വേഷപ്പകർച്ച തന്നെയാണ് ഏറ്റവും വലിയ തയ്യാറെടുപ്പായിരുന്നത്. അതിൽ 2 വർഷത്തോളം ഇത്തരത്തിലേക്ക് മാറാൻ സമയമെടുത്തു. കാര്യം താടിയും മുടിയൊന്നും വെട്ടിയിട്ടില്ല, കയ്യിലെ നഖമൊന്നും വെട്ടിയിട്ടില്ല. കാര്യം ഞാൻ കയ്യിലെ നഖമെങ്കിലും വെട്ടാൻ ഡയറക്ടറോട് പറഞ്ഞാൽ മീശ ഇങ്ങനെ വളർന്ന് ഇങ്ങനെ കിടക്കും. ചായ കുടിക്കാൻ പോലും പറ്റില്ല. നേരെ ചായ കുടിക്കുമ്പോൾ ഈ മീശ എല്ലാം ഇതിനകത്ത് കിടക്കും. അപ്പോൾ ഈ ഒരു മലയാള മൂവിയിലാണെന്ന് ഒരാൾ മീശ ഇങ്ങനെ വളർത്തിയിട്ടിട്ട് ഒരു ചീർപ്പെടുത്ത് ഇങ്ങനെ ഓതി വെച്ചിട്ട് ചായ കുടിക്കുന്ന സംഭവം, അതുപോലത്തെ അവസ്ഥയായിരുന്നു എനിക്ക്. ചായ കുടിക്കുന്നു ഇങ്ങനെ. കാര്യം കണ്ട് കാണുമ്പോൾ അറിയാമല്ലോ, ആ പോസ്റ്ററിൽ കാണുന്നത് അത്രയും ബുദ്ധിമുട്ടി. കാര്യം ഇതൊന്ന് മീശ വന്ന് ഞാൻ വെട്ടി റെഡിയാക്കട്ടെന്ന് ഡയറക്ടർ ചോദിച്ചപ്പോൾ ഏത് ഭ്രാന്തനാണ് മീശ വെട്ടി റെഡിയാക്കുന്നത് എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പം നഖം വെട്ടാറില്ല, മുടി വെട്ടാറില്ല, മീശ വെട്ടാറില്ല. അപ്പം അത്തരത്തിൽ മുഴുവൻ അങ്ങനെ ഒരു തയ്യാറെടുപ്പ്. ആരവിയിൽ ഒരു 2 വർഷത്തോളം ആ ഒരു ക്യാരക്ടറായിട്ട് ജീവിച്ചു. അതിൽ ഒരുപാട് ആൾക്കാരുടെ കളിയാക്കലുകളും അയ്യോ പാവം കുറുകളുകളും ഒക്കെ അതിശയവും ഇത് ആളെ തിരിച്ചറിയാൻ പാടില്ലാത്ത അവസ്ഥകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ത്യാഗം ചെയ്താണ് ഈ പടത്തിൽ ഈ ഒരു രൂപത്തിലേക്ക് എത്തിയത്. ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ഇത്രയും ഡെഡിക്കേഷൻ കൊടുക്കുമ്പോൾ അതിനൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ നമുക്ക് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ, അത് എത്തരത്തിലാണ്? അതായത് അതിൻ്റെ സന്തോഷമാണ്. കാര്യം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടപ്പോൾ ഒരു 150ഓളം അവാർഡ്, അതിൽ 50ഓളം ബെസ്റ്റ് ആക്ടർ അവാർഡ് എനിക്ക് കിട്ടി. നമ്മുടെ ഇന്ത്യയിൽ നിന്നും പിന്നെ നമ്മുടെ ലോകത്തിന് വെളിയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നുമൊക്കെ ഈ അംഗീകാരം കിട്ടി. അതിൽ വലിയ സന്തോഷമാണ്. കാര്യം മൈസൂർ ഇന്റർനാഷണൽ ഫിലിമിൽ പോയപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അവിടെ എല്ലാം വന്ന് വൻ താരങ്ങളാണ്, അവരുടെ ചിത്രങ്ങളാണ്, അവരുടെ കൂടെയാണ് ഞങ്ങളുടെ പടം മത്സരിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും എനിക്ക് കിട്ടുമെന്നുള്ളൊരു ധാരണ എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ പേര് അനൗൺസ് ചെയ്തു. ഞാൻ തന്നെ അന്തം വിട്ട് ഡയറക്ടർ നോക്കിയായിരുന്നു. ഡയറക്ടർ എൻ്റെ ഈ മുഖഭാവം കണ്ടപ്പോൾ അതിശയപ്പെട്ടു. കാര്യം അത് കിട്ടാനൊരു പ്രതീക്ഷ ഉണ്ടെന്ന് തോന്നിയില്ല. അതൊക്കെ നമുക്ക് നൽകിയ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലുതാണ്. കാര്യം അതിലൂടെ തന്നെ നമ്മൾ സമൂഹത്തിന് കൊടുക്കുന്ന ഒരുപാട് നന്മ, സമൂഹത്തിന് വരേണ്ട ഒരുപാട് മാറ്റങ്ങൾ, ജനങ്ങൾ മാറി ചിന്തിക്കേണ്ട ആവശ്യകതകൾ, ഈ നാടിന്റെ ഇപ്പോഴത്തെ അവസ്ഥകളെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് ആ തിരക്കഥയിലൂടെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ് മറ്റൊരു. ഇതൊരു പൊളിറ്റിക്കൽ സൈഡും കൂടെ ഉള്ള മൂവിയാണല്ലോ. അപ്പൊ ഇങ്ങനെ ഒരു മൂവിക്ക് എൻട്രി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതിനെ പറ്റി ധാരണ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൽ അപ്രോച്ച് ചെയ്യുന്നത്? പ്രത്യേകിച്ച് ധാരണയൊന്നും ഇല്ല. ജിഷ്ണു ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പോൾ നമ്മൾ വർഷങ്ങളായി കലാഫീൽഡിൽ വർക്ക് ചെയ്യുകയാണ്.
അപ്പോൾ ഇങ്ങനെ റോട്ടൻ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വില്ലൻ വേഷമാണെന്ന് പറഞ്ഞു. പിന്നെ ആദ്യം ചെറിയൊരു മടിയുണ്ടായിരുന്നു വില്ലൻ വേഷം ചെയ്യാനായിട്ട്. പിന്നെ കഥാപാത്രമാണ്, അപ്പോൾ ഏത് വേഷം ചെയ്താലും ചെയ്തേ പറ്റൂ. പിന്നെ ഇതിൽ വേറൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൽ മാത്രം എനിക്ക് ഇൻ്റർനാഷണൽ ലെവലിൽ ഉൾപ്പെടെ 11 അവാർഡ്. അപ്പോൾ അത് ന്യൂയോർക്കിൽ നിന്നുണ്ട്, സൗത്ത് കൊറിയയിൽ നിന്നുണ്ട്. പിന്നെ അതിൽ ഏറെ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 പുറത്ത് അവാർഡ് വാങ്ങി. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് സിനിമ ലെവലിൽ, അതായത് റെക്കോർഡ്, അമേരിക്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ ഒരു പടമാണ്. പിന്നെ ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പടം ചെയ്യാനായിട്ട് പറ്റി. നല്ലൊരു വേഷമാണ്. പക്ഷേ ഈ ഒരു വേഷം ഞാൻ ചെയ്തില്ലെങ്കിൽ ഈ കഥാപാത്രം വേറെ ആരെങ്കിലും ചെയ്തു. അത് സത്യം പറഞ്ഞാൽ ഒരു ഇപ്പം എന്താ പറയുക, കുറേ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ അത് എനിക്ക് പ്രയോജനപ്പെട്ട കഥാപാത്രമാണ്. ഇത്രയും അവാർഡുകൾ വാരിക്കൂട്ടുന്ന ഒരു പടം, അതിന്റെ ഭാഗമാവാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഭാഗ്യമാണ്, പ്രത്യേകിച്ച് ഒരു വ്യത്യസ്ത ജോണറിൽ വരുമ്പോൾ. അപ്പം എത്രത്തിലാണ് താങ്കളുടെ ക്യാരക്ടർ ഇതിൽ പെർഫോം ചെയ്യുന്നത്? ആക്ച്വലി ഞാനിതിൽ പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. സൗണ്ട് ഡിസൈൻ ആൻഡ് മിക്സിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഇതൊരു ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡ് മൂവിയാണ്. അത് ക്യാമറയിലുള്ള റോ ഇമേജസ് എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കണം ഓഡിയോയും വരേണ്ടത്. വീഡിയോ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഓഡിയോയും വരേണ്ടത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ സിങ് സൗണ്ട് അല്ല, നോർമൽ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ ഒരു റിയൽ ക്യാമറയിൽ എങ്ങനെയാണോ കേൾക്കുന്നത് അതുപോലെ ഇത് തിരിച്ച് കൊണ്ടുവരണം. അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു മെത്തേഡ് തന്നെ ആയിരുന്നു. അപ്പോൾ അതിന് ലൈവ് ലൊക്കേഷനിൽ പോയി അത് റെക്കോർഡ് ചെയ്തെടുത്ത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുന്ന പരിപാടിയായിരുന്നു. പക്ഷേ ആ ബുദ്ധിമുട്ടിനെ നമുക്കൊരു അംഗീകാരം എന്നുള്ള നിലയ്ക്ക് ഈ 150ഓളം അവാർഡുകൾ ലഭിച്ചു. അതിലൊരു 6 അവാർഡ് എനിക്ക് ബെസ്റ്റ് സൗണ്ട് ഡിസൈൻ അവാർഡ് എനിക്ക് അതിൽ കിട്ടിയിട്ടുണ്ട്. ഈ റോ ഫൂട്ടേജ് എന്ന് പറഞ്ഞാൽ, ഈ റോ ഫൂട്ടേജ് എടുക്കുമ്പോൾ എത്രത്തോളം അതായത് ആളുകളിലേക്ക് എത്തും എന്നുള്ളൊരു വെല്ലുവിളി ഉണ്ടോ മനസ്സിൽ? അതായത് ആളുകൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളൊരു? പൊതുവേ ഇൻഡിപെൻഡൻറ്റ് മൂവീസിനൊരു ഓഡിയൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ ഒരു 4-ാമത്തെ 5-ാമത്തെ പടമാണ് നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പടങ്ങൾ നോർമൽ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ ഞങ്ങളത് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ഈ പടത്തിന് നമ്മുടെ റോട്ടൻ സൊസൈറ്റിക്ക് ആക്ച്വലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് സൈഡിൽ നിന്ന് വളരെ സപ്പോർട്ട് കുറവാണ് ഉണ്ടായിട്ടുള്ളത്. നോർത്തിൽ നിന്നും ഔട്ട് സൈഡ് ഇന്ത്യയിൽ നിന്നുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് സ്ക്രീനിങ്സും റെക്കഗ്നിഷൻസും കിട്ടിയിട്ടുള്ളത്. നമ്മുടെ സൈഡിൽ നമ്മൾ നന്നായിട്ട് ഈ പൊളിറ്റിക്കൽ അത് മതപരമായിട്ടുള്ള കാര്യങ്ങളെ വിമർശിക്കുന്നത് കൊണ്ട് പലരും നമ്മുടെ ഇവിടുത്തെ ഫെസ്റ്റിവലിൽ നിന്ന് റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വിഷമമായിട്ട് നമുക്ക് നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ എന്താ ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്? നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാക്കുന്ന ഒരു സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കിയെടുക്കുന്ന ഈ മതം, ജാതി, രാഷ്ട്രീയം, അതെല്ലാം അതിനെല്ലാം ശക്തമായിട്ട് വിമർശിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമൂഹത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിൽ നല്ലതാണെന്ന് നമ്മൾ ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ എല്ലാം നെഗറ്റീവ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് നമ്മൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ഭ്രാന്തൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചിലപ്പോൾ സമൂഹത്തിലെ ഒരു മോശപ്പെട്ട ഒരാളാണ്, അല്ലെങ്കിൽ സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റുന്ന, ബാക്കിയുള്ളവരുടെ ഇടയിൽ നിലനിൽക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്ന ആളല്ലല്ലോ. അപ്പോൾ അയാളുടെ ഒരു നല്ല സൈഡ് കാണിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മോശവശങ്ങളെ നമ്മൾ ശക്തമായ രീതിയിൽ വിമർശിക്കുകയാണ് ചെയ്യുന്നത് ഈ സിനിമയിലൂടെ. അതാണ് ഈ സിനിമയുടെ ഒരു കോൺസെപ്റ്റ്. How was the experience? Because this is a unique movie. First of all, thank you for Jishnu for giving me this opportunity for working in this kind of genre. And nowadays in the society, we have seen all these things are happening. We are not giving much attention on some mentally retarded people. And in this movie, we have seen how just for one camera, he's become so active and he's going all around the village and showing to the different people, but they are not giving any encouragement or not looking at him. This is a real story which is happening. Many people, many places we have seen this is happening nowadays. But yeah, it's a good experience working with Jishnu and Sunil, the way he has portrayed the character. It's not really easy to do such kind of character, and it gives a very big heart to portray a mentally retarded person. We are really happy for him and really happy for Jishnu, the team backing up 150 awards, and really happy for them.
ഞാൻ കേട്ടിട്ടുണ്ട് താങ്കൾ ഒരു നിമിഷകവിയാണെന്നുള്ളതും കൂടെ. അപ്പോൾ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു ഭ്രാന്തൻ എന്നൊരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പറ്റി ഒരു കവിത ഉണ്ടാക്കാൻ പറ്റും? ഭ്രാന്തനല്ലേ നമ്മളെല്ലാം, നമുക്കുള്ളിലെ ചിന്തകളെത്ര ഭ്രാന്തൻ ചിന്തകൾ. ഭ്രാന്തമാം ഈ ലോകത്തിൽ ഭ്രാന്തക്കൂട്ടിനുള്ളിൽ ജീവിക്കുവാൻ നമ്മളും അറിയാതെ ചിത്തത്തെ ഭ്രമിപ്പിച്ചിടണ്ടേ ആവുമോ അല്ലാതെ. ഈ ഭ്രാന്ത നിറഞ്ഞ ലോകത്തിലൊരു ശുദ്ധാത്മാവായി ജീവിക്കുവാൻ, കൂട്ടത്തിൽ കലരുവാൻ, ഒപ്പമാകാൻ, ഒരുമിച്ചൊഴുകുവാൻ ഞാനും ഒരു ഭ്രാന്തനാകുന്നു. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കവിത ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതെ അതെ അതെ, എന്തെങ്കിലും വ്യത്യസ്തത നമുക്ക് വേണമല്ലോ. അതെ. മറ്റുള്ളവരൊന്നും എന്തെങ്കിലും വ്യത്യസ്തത നമ്മൾ ഉണ്ടാകുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിൽ ഞാൻ എപ്പോഴും എന്ത് കാര്യം ചെയ്താലും എന്തെങ്കിലും ഒരു വ്യത്യസ്തത ഉണ്ടാവണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അതാണ് ഈ വേഷം പോലും ഞാൻ ഇങ്ങനെ ആകാൻ ജിഷ്ണു ആഗ്രഹിച്ചതിന്റെ എത്രയോ മടങ്ങ് എനിക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം എൻ്റെ രൂപത്തിലായാലും ചെയ്തിലായാലും, കാര്യം ഈ സിനിമയിൽ ഒന്ന് നടക്കുന്നത് പോലും ടോട്ടലി ഒരേ ലെവലിൽ എനിക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. എൻ്റെ നോട്ടമായാലും ശരി, എൻ്റെ ഒരു ചിരിയായാലും ശരി, എല്ലാം. കാര്യം ഒരിക്കലും നടത്തുന്ന രീതിയിൽ നിന്ന് മാറി നടക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു മാനസം തന്നെ അത് കീപ്പ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം മേക്കപ്പ് പോലും ഒരു ശകലം മാറാൻ പാടില്ല. ആദ്യം തുടങ്ങുന്നത് നമ്മൾ ഈ അടിയും പിടിയും നല്ല ഷൗട്ടിങ് ഒക്കെ ഉള്ളതാണ്. എവിടെയെങ്കിലും ഡ്രസ്സ് കീറിക്കഴിഞ്ഞാൽ അത് കണ്ടിട്ട് പോകും. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടാണ് ഈ പടത്തിലേക്ക് വന്നത്. അതുപോലെ തന്നെയാണ് ദൈവം എനിക്ക്, ഞാൻ പറയുന്നത്, ദൈവം അറിഞ്ഞു തന്ന ഒരു കഴിവാണ് എനിക്ക്. കാര്യം അതുപോലെ തന്നെ ദൈവം എന്നിൽ നിന്ന് ഒന്ന് എടുത്തിട്ടുണ്ട്. കാര്യം ഒന്നും എനിക്ക് ഓർത്ത് വയ്ക്കാൻ, അങ്ങനെ വെറുതെ ഓർത്ത് വയ്ക്കാനുള്ള കഴിവുണ്ടാവില്ല. ഞാൻ എഴുതുന്ന കവിതകൾ പോലും എനിക്ക് കവിയരങ്ങളിൽ ചെന്നാൽ പാടാൻ കഴിയില്ല. കാര്യം എനിക്ക് ഓർമ്മ കാണില്ല. അല്ലെങ്കിൽ ഞാൻ എഴുതി വെച്ച അത് നോക്കി വായിക്കണം. അപ്പം അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും, എത്ര വാക്കുകൾ പറഞ്ഞാലും, തുടരെ പറഞ്ഞാലും ഞാൻ ഇങ്ങനെ കവിത ചൊല്ലിക്കൊണ്ടിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കഴിഞ്ഞ ജന്മങ്ങളിലോ മറ്റേത് ജന്മങ്ങളിലൊക്കെ നമ്മൾ ഈ കവിയരങ്ങുകളിൽ, കവിനേരങ്ങളിൽ നിങ്ങളും നമ്മളൊപ്പം ചിലപ്പോൾ ഈ കവിതകൾ പറഞ്ഞിട്ടുണ്ടാവും. ഇത്തരം വാക്കുകൾ ഉണ്ടായിരിക്കാം, നമ്മൾ കവിതകൾ ചൊല്ലിയിട്ടുണ്ടാവാം. ആ ഓർമ്മയിൽ നിന്നാവാം ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞ വാക്കിന് എനിക്ക് ഉടനെ തന്നെ ആ ഒരു കവിത പറയാൻ കഴിയുന്നത്. ഇതിന്റെ ട്രെയിലർ ഞാൻ കണ്ടു. അപ്പൊ ഈ ക്യാരക്ടർ ത്രൂ ഔട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത് പല സന്ദർഭങ്ങളിലൂടെയാണ്, പല മനുഷ്യന്മാരുടെ ഒപ്പമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ഭ്രാന്തൻ എന്ന് നമ്മൾ പറയുമ്പോഴേ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകളെയാണ് നമ്മൾ ഈ ഭ്രാന്തൻ എന്ന് പേരിട്ട് വിളിക്കുന്നത്. അത്തരത്തിലുള്ള എന്തെങ്കിലും ആളുകളെ പരിചയപ്പെടാനോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയുള്ള ആളുകളെ പരിചയപ്പെടാനൊക്കെ സാധിച്ചിട്ടുണ്ട് എപ്പോഴും? നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഈ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ സുനിൽകുമാറുമായിട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് ഒരു കഥ ഇങ്ങനെ പറഞ്ഞു. പുള്ളി ഏതോ ഒരു സ്ഥലത്ത് ഇരുന്ന സമയത്ത് ഒരു ഭ്രാന്തൻ ഇങ്ങനെ വരാം. ഭ്രാന്തൻ എന്ന് ആൾക്കാർ വിളിക്കുന്നതാണ്, മെൻ്റലി ഒരു അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ. അയാൾ ഒരു വെള്ളയ്ക്ക് അടുത്ത് ഇങ്ങനെ മൊബൈൽ ഫോണൊന്നും വരാത്ത ഒരു കാലഘട്ടം, ഫോൺ പോലും ഇല്ലാത്ത കാലഘട്ടത്തിലാണ് അന്ന് പുള്ളി മൊബൈലിൽ സംസാരിക്കുമായിരുന്നു. അതും സംസാരിക്കുന്നത് നെഹ്റുവിനെ വിളിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. പ്രധാനമന്ത്രി നെഹ്റുവിനെ വിളിച്ച് ഇപ്പം ഈ സമൂഹത്തിൽ നടക്കുന്ന ചെയ്തികളെ കുറിച്ച് പരാതി പറയുകയാണ് അങ്ങനെ. അത് യഥാർത്ഥത്തിൽ കാര്യം. ഇത് ഞാൻ കൗതുകത്തോടെ നോക്കിയിരിക്കുകയാണ്. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോകും, എല്ലാ ദിവസവും പുള്ളി ഇങ്ങനെ പോകുമ്പോഴൊക്കെ മിക്കവാറും ഇങ്ങനെ ഫോണിൽ സംസാരിച്ചാണ് പോകുന്നത്. പിന്നെ മറ്റു പലതും പറയുന്നുണ്ട് പുള്ളി, അല്ലാത്ത സമയങ്ങളും പലതും പറയുന്നുണ്ട്. അപ്പൊ ആ കഥ ഞാൻ എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അത് തന്നെ വേറെ രീതിയിൽ സീൻ എഴുതി നമ്മുടെ സിനിമയിലുണ്ട്. റോട്ടൻ സൊസൈറ്റിയിലെ ആ ഒരു സീനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ സോഷ്യൽ പ്രോബ്ലംസ് ഇത്തരത്തിലുള്ള ഒരു ഭ്രാന്തൻ്റെ കണ്ണിലൂടെ ആണ് നമ്മൾ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ എന്താണ് സമൂഹത്തിന് എതിർത്തുകൊണ്ട് സത്യം പറയുന്നവനെ പോടെ ഭ്രാന്ത എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ ഒരു ഭ്രാന്തന്റെ ഒരു പ്രതീകം കൂടിയായിട്ടാണ് ഒരു സത്യം വിളിച്ച് പറയുന്നവൻ മാറ്റി നിർത്തപ്പെടുകയും അവന് മെൻ്റൽ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സമൂഹത്തിനെയാണ് നമ്മളിതിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ഈ ഭ്രാന്തൻ, നമ്മുടെ മെയിൻ ക്യാരക്ടറായിട്ട്. ഇതിൽ ഈ പറഞ്ഞ പോലെ ശബ്ദത്തിനായാലൊക്കെ വളരെയധികം പ്രാധാന്യം ഉണ്ടല്ലോ, പ്രത്യേകിച്ച് റോ ഫുട്ടേജ് ആയതുകൊണ്ട്. അപ്പം ഈ സിനിമ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സമൂഹത്തിലെ ഒരു പൊളിറ്റിക്സും അല്ലെങ്കിൽ സമൂഹത്തിലെ തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്നവനെ ഭ്രാന്തൻ എന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വശമാണല്ലോ പറയുന്നത്. അപ്പൊ ഇത് ഭയങ്കരമായിട്ട് റിയലിസ്റ്റിക് ആവണ്ടേ ആളുകളായിട്ട് കണക്ട് ആവണമെങ്കിൽ. അപ്പൊ അതിന് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും? മെയിനായിട്ട് ഇതിനകത്ത് മ്യൂസിക് ഇല്ല. ഫുൾ ഈച്ച് ആൻഡ് എവറി ഫ്രെയിം നമ്മൾ സൗണ്ടിൽ തന്നെയാണ് പോകുന്നത്.
അപ്പോൾ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രമല്ല, ഷാബു എന്ന് പറയുന്ന ഒരാളോട് വർക്ക് ചെയ്തിട്ടുണ്ട്. പുള്ളിയാണ് സൗണ്ട് എഫക്ട്സ് ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് തരുന്നത്. അപ്പോൾ ഞാനതിൽ സൗണ്ട് ഡിസൈനിങ് ആണ് ചെയ്തത്. അതിന് ശേഷം സൗണ്ട് മിക്സിങ് ചെയ്തു. അപ്പോൾ സൗണ്ട് ഡിസൈനിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടായിരുന്നു. ലൈക്ക് നമുക്ക് എത്രത്തോളം റിയലിസ്റ്റിക് ആക്കാൻ പറ്റുമോ അത്രത്തോളം റിയലിസ്റ്റിക് ആക്കണം. അതായത് ഈ ഭ്രാന്തൻ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ അപ്പോൾ പുള്ളിയാണല്ലോ ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ. അപ്പോൾ പുള്ളി എവിടെയൊക്കെ സഞ്ചരിക്കും ആ സ്ഥലങ്ങളിലെല്ലാം നമ്മൾ ആ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് അതങ്ങനെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്ത് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പുള്ളിയുടെ ആ പർട്ടിക്കുലർ സ്ഥലത്തുണ്ടാകുന്ന റിവേർബ് അങ്ങനെയുള്ള കാര്യങ്ങൾ, കാരണം മ്യൂസിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഭയങ്കര വ്യക്തമാണ്. അപ്പോൾ അതെല്ലാം കുറച്ച് കഷ്ടപ്പെട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് പോസ്റ്റിൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്ത് എനിക്ക് മാക്സിമം നന്നായിട്ട് കൊണ്ടുവരാൻ പറ്റി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനൊരു മൂവി സമൂഹത്തിലേക്ക് ഇറക്കുമ്പോൾ ആളുകൾ അതിനെ എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ ആളുകൾ അതിനെ എങ്ങനെ എടുക്കും എന്നാണ് കരുതുന്നത്? ആദ്യം ഇത് ഈ ഒരു ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡ് എന്ന് പറയുന്ന സിനിമ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ വളരെ റയറായിട്ടാണ് മലയാള സിനിമയിൽ ഇറങ്ങിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഗഗനാചാരിയൊക്കെ ആ ഒരു മെത്തേഡിൻ്റെ ഒരു ഇതാണ്. അത് കഴിഞ്ഞിട്ട് മഞ്ജു വാര്യർ ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമ തമിഴിൽ ഫസ്റ്റ് ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡ് ഫിലിം ചെയ്യുന്നത് ഞാനാണ്, അമ്മാനുട എന്ന് പറഞ്ഞിട്ട് 2018 വന്നത്. അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഈ ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡ് എന്ന് പറയുന്ന സിനിമ ആർക്കും അറിഞ്ഞൂടാ, എന്താണ് മെത്തേഡ്, എന്താണ് കാര്യം എന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഡിസ്ട്രിബ്യൂഷനൊക്കെ പോകുന്ന സമയത്ത് ഇതൊരു സിനിമ തന്നെയാണോ എന്ന് ചോദിക്കുന്ന ഒരു രീതിയിലോട്ട് മാറുന്ന ഒരു സംഭവമാണ്. കാര്യം സിനിമയുടെ എല്ലാ തരത്തിലുള്ള റൂൾസും ബ്രേക്ക് ചെയ്തിട്ടുകൊണ്ടാണ് ഈ ഫൗണ്ട് ഫുട്ടേജ് മെത്തേഡ് ഫിലിംസ് വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു മെത്തേഡ് തന്നെയാണ് ഇതിലും നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു സോഷ്യൽ സറ്റയറാണ്. അപ്പോൾ ഇത് കാണുന്ന ഒരു പ്രേക്ഷകന്, സാധാരണ ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചോളം കൊമേഴ്ഷ്യൽ സിനിമകൾ മാത്രമേ എൻജോയബിൾ ആയിട്ടുള്ളൂ എന്നൊരു ആറ്റിറ്റ്യൂഡുണ്ട്. പക്ഷേ അങ്ങനെയല്ല, ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മുടെ ഈ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ വളരെ ശക്തമായ ഭാഷയിൽ, ഒരു ഭ്രാന്തൻ്റെ ഭാഷയിൽ നമ്മൾ പറഞ്ഞിരിക്കുകയാണ്. അത് ഒരിക്കലും നമ്മൾ ഒളിപ്പിച്ച് വെച്ചിട്ടില്ല, എല്ലാം ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ശ്രീകൃഷ്ണ പറഞ്ഞ പോലെ പല ഫെസ്റ്റിവൽസിൽ നിന്നും നമുക്ക് റിജക്ഷൻ കിട്ടിയത്. അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്, ജാതിപരമായിട്ടുള്ളത്, മതപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രേക്ഷകർ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. അത് നല്ല രീതിയിൽ റിസീവ് ആവും എന്ന് തന്നെയാണ്. ഇപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല രാഷ്ട്രീയം പറഞ്ഞതുകൊണ്ട് സിനിമ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം കൊണ്ട് പല വേദികളും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം അങ്ങനെ വരുമ്പം ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, അതായത് താങ്കളുടെ ക്യാരക്ടർ ഇതിൽ ചെയ്തിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്? അല്ല, ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വില്ലൻ കഥാപാത്രമാണെങ്കിലും എന്ന് പറഞ്ഞാൽ എന്താണ് നേച്ചർ ഷെയ്ഡ് വരുന്നതാണ്. ഇപ്പം നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ ഇപ്പം നല്ല രാഷ്ട്രീയക്കാരുണ്ട്, ഇങ്ങനെ രഹസ്യമായിട്ട് എന്ന് വെച്ചാൽ എന്താണ് ചീറ്റിംഗ് ആയിട്ടുള്ള, അങ്ങനെ 2 ലെവലിലുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ് ഈ സിനിമയ്ക്കകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പിന്നെ അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലൂടെ കുറേ നല്ല കാര്യങ്ങൾ സമൂഹത്തോട് പറയുന്നുണ്ട്. പിന്നെ ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരുപാട് സിനിമകൾ, അതായത് ദേശീയ അന്തർദേശീയ ലെവലിലുള്ള ഒരുപാട് സിനിമകളിലൂടെ മത്സരിച്ചിട്ടാണ് ഈ പടം ഇത്രത്തോളം 150 പുറത്ത് അവാർഡുകൾ വാങ്ങിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത്രത്തോളം ഈ സിനിമയ്ക്കകത്ത് കാണാനായിട്ടുണ്ട്. അത് കാണേണ്ടത് പ്രേക്ഷകരുടെ കടമയാണ്, അത് കണ്ട് വിലയിരുത്തുക. ഈ വില്ലൻ കഥാപാത്രം നമ്മുടെ സമൂഹത്തിനോട് പറയുന്ന വേറൊരു കാര്യമാണ്. അതായത് നമുക്ക് നിസ്സാരമായ മനുഷ്യർക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത സമൂഹമാണ്. അതിലൊരു വിലയും ഇല്ല. ഒരു ഭ്രാന്തനായാലും ശരി, ഒരു അനാഥ കുട്ടിയായാലും ശരി, മരിച്ചവിടെയും കിടന്നാലും ആർക്കും വേണ്ടാത്തവർക്ക് ഒരു വിലയില്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു മനുഷ്യന് വെറും അവൻ്റെ ശരീരത്തിന് കോടികൾ വിലയുണ്ട്. അതായത് ഓരോ പാർട്സ് എടുത്ത് വിറ്റ് കഴിഞ്ഞാൽ, അവൻ്റെ ബ്ലഡ് ഊറ്റി കൊടുത്തു കഴിഞ്ഞാൽ വില, അവൻ്റെ കിഡ്നി കൊടുത്തു കഴിഞ്ഞാൽ, ഹാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, കണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ കോടികൾ വില വരുന്ന ഒരു സമ്പത്താണ് നിസ്സാരം ഒരു ഭ്രാന്തനെ പോലെ അലഞ്ഞു നടക്കുന്നത്. അതിൻ്റെയൊക്കെ ചില സൂചനകൾ എവിടെയൊക്കെ വില്ലൻ്റെ കഥാപാത്രത്തിലൂടെ അവിടെ ഇവിടെയൊക്കെ പറയുന്നുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇത് പറഞ്ഞാൽ സിനിമയുടെ ആ കഥയിലേക്ക് പോകുന്നതുകൊണ്ട് അത് പറയുന്നില്ല. അങ്ങനെ ആ ലെവലിൽ ഒരു മനുഷ്യനും ഒരു നിസ്സാരനല്ല അവൻ. ഈ പ്രിൻസ് അവതരിപ്പിച്ച ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഉള്ള ചില രാഷ്ട്രീയ നേതാക്കന്മാരെ വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ വിമർശിച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ, അതായത് ജനങ്ങളുടെ ഫ്രണ്ടിൽ ചിരിച്ച് കാണിക്കുകയും എന്നാൽ അവരെ ബാക്ക് സ്റ്റാബ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുള്ള കുറച്ച് ആളുകളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ. എന്തായാലും ജൂലൈ 19 ഇത് OTT പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നത്.
എങ്ങനെയാണ് ഇത് ജനങ്ങൾക്ക് കാണാൻ സാധിക്കുക? എങ്ങനെയാണ് ഇത് സൊസൈറ്റിയിലേക്ക് വരുന്നത്? ജൂലൈ 19-ന് ഉള്ളിലുള്ള ആൾക്കാർ, ഇന്ത്യൻ റീജിയനിലുള്ളവർക്ക് നമുക്ക് ABC ടോക്കീസ് വഴിയിട്ട് കാണാവുന്നതാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യ US പ്ലാറ്റ്ഫോമായിട്ടുള്ള POV ഹൊറർ വഴിയിട്ടാണ് റിലീസ് വരുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ട് സപ്പോർട്ട് ചെയ്യും എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ജനങ്ങളെല്ലാവരും കാണണം, അവരുടെ അഭിപ്രായങ്ങൾ പറയണം. നമ്മളെടുത്ത എഫർട്ട് അവർ കൂടെ കാണുമ്പോൾ, അതായത് ഒരു കലാകാരൻ്റെ സൃഷ്ടി മറ്റൊരാൾ കണ്ട് അവരെ ആസ്വദിക്കുമ്പോഴാണല്ലോ അത് പൂർണ്ണതയാകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും, നമ്മോട് ഇഷ്ടമുള്ളവരും എല്ലാവരും ഈ പടം കാണണം. ഈ ജൂലൈ 19-ന് റിലീസാകുമ്പോഴേക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് റിലീസാവുന്നത്. എല്ലാവരും കണ്ട് നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ നമ്മളെ അറിയിക്കണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. എന്തായാലും ലോകത്തിന്റെ നെറുകയിൽ ഒരു മലയാള പടം എത്തട്ടെ.